ഹായ്, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ലിവിംഗ് വേൾഡ് ആണ്. +1 ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ വെരി ഫസ്റ്റ് ചാപ്റ്റർ ആണ്. വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വെരി ഈസി ടു സ്കോർ മാർക്സ് ഇൻ ബോർഡ് എക്സാം ആസ് വെൽ ആസ് ഇൻ എൻട്രൻസ് എക്സാംസ്. ഈ ഒരു ചാപ്റ്ററിൽ ജസ്റ്റ് ഒരു ലിവിംഗ് വേൾഡിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ തരുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ പറയുന്നത് വാട്ട് ഈസ് ലിവിംഗ് എന്നാണ്. ലിവിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടി എത്തുന്നത് ഒരു ആനിമൽ ആയിരിക്കും, ഒരു ബേർഡ് ആയിരിക്കും, ഒരു പ്ലാന്റ് ആയിരിക്കും, ഒരു ഹ്യൂമൺ മനുഷ്യനായിരിക്കും. ഇതൊക്കെ തന്നെയായിരിക്കും. കാരണം എന്തായിരിക്കും, അവർക്ക് ഗ്രോ ചെയ്യാനുള്ള കഴിവുണ്ട്, അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഓരോരോ നമ്മൾ മനസ്സിലാവും. അങ്ങനെ ഓരോന്നുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഈ ഒരു ലിവിംഗ് എന്ന് പറയുമ്പോൾ ആനിമൽസിനൊക്കെ വിചാരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തേതാണ് ഗ്രോത്ത്. ഓൾ ലിവിംഗ് ഓർഗാനിസം ഗ്രോ. Increase in mass and increase in number of individuals are the twin characteristics of growth. ഈ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതല്ലേ, ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടി. ആൻഡ് ഇൻക്രീസ് ഈ ഒരു സെൻറ്റൻസ് ഒട്ടുമിക്ക MCQ ക്വസ്റ്റ്യൻസിലും കാണാറുണ്ട്. നിങ്ങൾ MCQ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻക്രീസ് ഇൻ മാസ് ഓർ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ദ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്. ഓക്കെ, multicellular organism grow by cell division. In plants ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. Plants growth is by cell division occurs continuously throughout their lifespan. ഈ കണ്ടിന്യൂസ്ലിക്ക് ഒരു ഭയങ്കര ഒരു ഇതുണ്ട്, കണ്ടിന്യൂസ്ലി throughout their lifespan. പക്ഷേ ഗ്രോത്ത് ഇൻ ആനിമൽ is seen only up to a certain age. നമുക്കറിയാം നമ്മളൊരു certain age വരെ നമ്മൾ വളരുള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മൾ വളരൂല. പക്ഷേ പ്ലാന്റ്സ് അങ്ങനെയല്ല. പ്ലാന്റ്സ് വലുതായി ഏജിനൊന്നും അവർക്കൊരു ഇതുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ റൂട്ട് ടിപ്സിലും ഷൂ ടിപ്സിലൊക്കെ അവർക്ക് എന്തുണ്ട്, മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് സെൽസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് വളരുന്നത്. പിന്നെ സെൽ ഡിവിഷൻ പക്ഷേ ആനിമൽസിൽ നടക്കാറുണ്ട് കേട്ടോ. സെൽ ഡിവിഷൻ ഒക്വർ ഇൻ സർട്ടൈൻ ടിഷ്യൂ ടു റീപ്ലേസ് ദ ലോസ് സെൽസ്. നമുക്ക് എന്തെങ്കിലും മുറി പറ്റിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പരുക്കൊക്കെ പറ്റിയാൽ അത് പുതിയ സെൽസ് ഉണ്ടാവും. അപ്പോൾ നമ്മളേലും സെൽ ഡിവിഷൻ നടക്കാറുണ്ട്. എന്തിനു വേണ്ടി? ടു റീപ്ലേസ് ലോസ് സെൽസ്. Replace low cells. Unicellular organisms grow by cell division. In majority of higher animals and plants, growth and reproduction are mutually exclusive events. Non-living objects also grow. നമ്മൾ വിചാരിക്കും പോലെയല്ല നോൺ ലിവിംഗ് ആയിട്ടുള്ള ആൾക്കാരും വളരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എങ്ങനെയാണ്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ മണൽ കൂമ്പാരങ്ങൾ കണ്ടിട്ടില്ലേ? മണൽ കൂമ്പാരങ്ങൾ തൊട്ടടുത്തുള്ള മണലുകൾ കാറ്റടിക്കുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ഈ അക്യുമുലേഷൻ കാരണം അതിൻ്റെ മണൽ കൂമ്പാരങ്ങളുടെ വലിപ്പം കൂടും. അത് തന്നെയാണ് ശരിക്കും ഗ്രോത്ത്, നോൺ ലിവിംഗ് ഓർഗാനിസം ഗ്രോ ചെയ്യുമെന്ന് പറയാൻ കാരണം. സോ നമ്മൾ ഇൻക്രീസ് ഇൻ ബോഡി മാസ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുമ്പോൾ, ഇഫ് വി ആർ ടേക്കിംഗ് increase in body mass as a criteria for growth, mountains, boulders, sand mounds do grow. This kind of growth is exhibited by non-living object is by accumulation of materials on the surface. ലിവിംഗ് ഓർഗാനിസം ഗ്രോത്ത് ഇസ് ഫ്രം ഇൻസൈഡ്. നമ്മുടെ ലിവിംഗ് ഓർഗാനിസത്തിൽ ഗ്രോത്ത് ഉള്ളിൽ നിന്നിട്ടില്ല, സെൽ ഡിവൈഡ് ചെയ്യലില്ല, പക്ഷേ അവിടെ ഇങ്ങനെ മേലോട്ട് വരികയല്ല ചെയ്യുക. അതുകൊണ്ട് ഗ്രോത്ത് ഇസ് ഫ്രം ഇൻസൈഡ് ഇൻ ആരെങ്കിലും ലിവിംഗ് ഓർഗാനിസം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഇത് നോട്ട് ചെയ്യണേ, ഗ്രോത്ത് ക്യാൻ നോട്ട് ബി ടേക്കൺ ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിംഗ് ഓർഗാനിസം. സോ ഗ്രോത്ത് എന്തല്ല, ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിംഗ് ഓർഗാനിസം അല്ല. ഇനി അടുത്തത് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിംഗ് ഓർഗാനിസം. അതായത് ഒരു ലിവിംഗ് ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് പറയാം. Multicellular organism. In multicellular organism, reproduction is the production of progeny processing features more or less similar to those of parents. It is called sexual reproduction. ഒന്നെങ്കിൽ പാരൻസിനെ പോലെ അല്ലെങ്കിൽ കുറച്ചൊരു വേരിയേഷൻ വരുന്നത് അതായിരിക്കും സെക്ഷൽ റീപ്രൊഡക്ഷൻ. ആക്ച്വലി സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ എക്സാക്ട് എന്താ പറയുക സെൻറ്റൻസ് ഇതല്ല. എക്സാക്ട് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് പറയാം, ഇൻവോൾവ്മെൻറ്റ് ഓഫ് 2 parents. അതാണ് സത്യത്തിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ടു പ്രൊഡ്യൂസ് എ പ്രോജനി സിമിലർ ടു ദോസ് ഓഫ് പാരൻസ് ഓർ ലെസ് സിമിലർ ഓർ മോർ സിമിലർ ടു ദോസ് ഓഫ് പാരൻസ്. ഇൻവോൾവ്മെൻറ്റ് ഓഫ് 2 parents ഉണ്ട് സെക്ഷലിൽ. ആ ഒരു സെൻറ്റൻസ് അത്യാവശ്യമാണ്. ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷനും ഓർഗാനിസം കാണിക്കാറുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ പാരന്റ് ഇസ് ഇൻവോൾവ്. അപ്പോൾ ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫംഗൈ മൾട്ടിപ്ലൈ ബൈ അസെക്ഷൽ സ്പോർസ്. ലോവർ ഓർഗാനിസം ലൈക്ക് ഹൈഡ്ര ആൻഡ് ഈസ്റ്റ് ബൈ ബഡിങ്. പ്ലനേറിയ നോട്ട് ചെയ്ത് വെക്കണേ. പ്ലനേറിയ ബൈ ട്രൂ റീജനറേഷൻ. സോ പ്ലനേറിയ എങ്ങനെയാണ് ട്രൂ റീജനറേഷൻ. ഒട്ടും ഏതൊക്കെ ചാപ്റ്ററിൽ നമുക്ക് ഈ +1 +2 ലൈഫിൽ ഈ ഒരു എക്സാമ്പിൾ പഠിക്കാനുണ്ട്. സോ fungi, the filamentous algae and the protonema of moss. Fungi, filamentous algae and protonema of moss by fragmentation. പിന്നെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ബാക്ടീരിയ, ആൽഗെ, അമീബ, the reproduction is synonym to growth. അതായത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ് ആയിരിക്കും അവരുടെ റീപ്രൊഡക്ഷനും, അതുപോലെ തന്നെ അതന്നായിരിക്കും അവരുടെ ഗ്രോത്തും. അമീബ എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുക? സെൽ ബൈനറി ഫിഷൻ, 2 cells ഡിവൈഡ് ചെയ്തിട്ട് അതന്നാണ് അവരുടെ ഗ്രോത്തും. പിന്നെ ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു എക്സെപ്ഷനും നോട്ട് ചെയ്ത് വെക്കണം. മെനി ഓർഗാനിസം വിച്ച് ഡു നോട്ട് റീപ്രൊഡ്യൂസ്. അതായത് മ്യൂൾ എന്ന് പറഞ്ഞാൽ കോവർ കഴുത, നമ്മളുടെ ഹോസും അതുപോലെ ഡോങ്ക്യും കൂടെ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്നതാണ് മ്യൂൾ. അതുപോലെ സ്റ്റെറൈൽ വർക്കർ ബീസ്. നമ്മളുടെ ബീസ് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് മെയിൽ ബി, ഒന്ന് ക്വീനും, അതുപോലെ വർക്കർ ബീസ് ഉണ്ട്. ഈ വർക്കർ ബീസ് എന്താ വർക്ക് ചെയ്യുക ചെയ്യുള്ളൂ, അവർക്ക് എന്താ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. അതുപോലെ ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾസ്. നിങ്ങൾക്കറിയാം കുറേ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഹ്യൂമൻ കപ്പിൾസും ഉണ്ട്.
അവർക്ക് വേണ്ടി കുറേ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ലേറ്റർ +2 ചാപ്റ്റേഴ്സിൽ പഠിക്കാനുണ്ട്. റീപ്രൊഡക്ഷൻ കെ നോട്ട് ബി ആൻഡ് ഡിഫൈനിങ് ദ ഫോർ. ഈ ഒരു പ്രോപ്പർട്ടി എന്താ? ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്ത്? ഈ ചില ആൾക്കാർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ, ലിവിങ് ഓർഗാനിസത്തിന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ലാത്തവരും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ റീപ്രൊഡക്ഷനും എന്തായിട്ട് കൂട്ടാൻ പാടില്ല, ക്യാൻ നോട്ട് ബി ടേക്കൺ ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റൂല. പക്ഷേ വേറൊരു ഇതുണ്ട് ഇതിൽ, നോൺ ലിവിങ് ഓർഗാനിസം ആർ കാപ്പബിൾ ഓഫ് റീപ്രൊഡ്യൂസിങ്. നോൺ ലിവിങ് ആയിട്ടുള്ള ഒരാൾക്കും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. പക്ഷേ റീപ്രൊഡക്ഷൻ എന്നിരുന്നാലും ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. കാരണം ഈ മ്യൂളും സ്റ്റെറൈൽ വോക്കാബിയും ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിളും ഒരു എക്സെപ്ഷൻ ആണ്. അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ ഒരാൾ എക്സെപ്ഷൻ ആണെങ്കിൽ പിന്നെ ലിവിങ് ഓർഗാനിസത്തിന്റെ റീപ്രൊഡക്ഷൻ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി നമുക്ക് പറയാനേ പറ്റില്ല. അടുത്തതാണ് മെറ്റബോളിസം. ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കെമിക്കൽസ്. കെമിക്കൽസ് വെച്ചിട്ടാണ് ഒട്ടുമിക്ക ലിവിങ് ഓർഗാനിസം ഉണ്ടാക്കുന്നത്. All plants, animals, fungi and microbes exhibit metabolism. Plants, animals, fungi and microbes exhibit metabolism. Metabolism എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? The sum total of all the chemical reactions occurring in our body നെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. And no non-living objects exhibit metabolism. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മെറ്റബോളിസം is a defining property of living organism. അതുകൊണ്ട് മെറ്റബോളിസം എന്താണ്? ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, അടുത്തത് കോൺഷ്യസ്നസ്. കോൺഷ്യസ്നസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് അതിനോടൊരു അത് പേടിയായി ഇത് പേടിയാൾക്ക് അതില്ല. അതൊക്കെയാണ് കോൺഷ്യസ്നസ്. നമുക്ക് അതിന് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണെന്നൊക്കെ പറയും. അതാണ് സംഭവം. അപ്പം ability to sense their surrounding or environment and response to these environmental stimuli, physical, chemical or biological. ഇതിനാണ് നമ്മൾ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. We sense our environment through our sense organs. നമുക്ക് എത്ര സെൻസ് ഓർഗൻസ് ഉണ്ട്? 5 സെൻസ് ഓർഗൻസ്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എൻവയോൺമെന്റിനെ സെൻസ് ചെയ്യുന്നത്. Plants responds to external factors like light, water, temperature and other organisms, pollutants, etc. All living organisms are aware of their surrounding. എല്ലാവർക്കും അവരുടെ സറൗണ്ടിങ്ങിനായിട്ട് ഭയങ്കര അവെയർ ആണ്. All are aware of their surroundings. Human beings is the only organism. Human beings are the only organism that are aware of himself. സെൽഫ് കോൺഷ്യസ്നസ് എന്നാണ് പറയുക. നമ്മളുടെ കാര്യം നമുക്ക് ഭയങ്കര ഇതല്ലേ, കോൺഷ്യസ് അല്ലേ. പക്ഷേ ആനിമൽസ് അങ്ങനെ അല്ലല്ലോ. ഹ്യൂമൻ ബീങ്സ് മാത്രമേ സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ളവരുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? കോൺഷ്യസ്നസ് എന്താണ്? ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണെന്ന് പറയാം. കോൺഷ്യസ്നസ് എന്താണ്? ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ്. ഇറ്റ്സ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. അടുത്തത് നമുക്കൊരു ഷോർട്ട് ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഫോംസ് ആരാണോ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഗ്രോത്ത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഗ്രോത്ത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഗ്രോത്ത് പറ്റില്ല. റീപ്രൊഡക്ഷൻ പറ്റുമോ? പറ്റൂല. റീപ്രൊഡക്ഷൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ എന്താണെന്ന് നമുക്ക് പറയാലോ? മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ ആൻഡ് കോൺഷ്യസ്നസ്. ഈ സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാലും മെറ്റബോളിസത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നമ്മൾ വേറൊരു തന്നെയാണ് ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ്. നമ്മുടെ ലിവിംഗ് വേൾഡിൻ്റെ ഡൈവേഴ്സിറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ലിവിംഗ് വേൾഡിൽ ഇതുവരെ കണ്ടുപിടിച്ചതാണ് പറയാൻ പോകുന്നത്. 1.7 to 1.8 മില്യൺ സ്പീഷീസ് ആണ് ഇത്രയും കാലമായിട്ട് കണ്ടുപിടിച്ചത്. പക്ഷേ ഏകദേശം 7 മില്യൺ സ്പീഷീസ് ആർ ദോർ ഇൻ ദ വേൾഡ് എന്നാണ് റോബർട്ട് മെയ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അയാൾ കുറേ എസ്റ്റിമേറ്റ് ഒക്കെ ചെയ്തിട്ട് അയാൾ പറഞ്ഞത് അബൌട്ട് 7 മില്യൺ സ്പീഷീസ് ഉണ്ടെന്നാണ്. ആൻഡ് പക്ഷേ ഇതുവരെ കണ്ടുപിടിച്ചത് എത്ര മാത്രമേ ഉള്ളൂ? 1.7 to 1.8 മില്യൺ. ഈ ഒരു നമ്പർ നോട്ട് ചെയ്യണേ. 1.7 to 1.8 മില്യൺ. ഇതിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് റെഫർ ചെയ്യുന്നത്. There is a need to standardize naming of living organisms such that particular organism is known by same all over the world. And this process is called a nomenclature. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ആനാന്ന് വിചാരിക്കും. ഒരു ആനനെ നമ്മൾ ഇവിടെ ഈ കേരളക്കാർ കാണുമ്പോൾ നമ്മൾ എന്താ വിളിക്കുക? ആനാണ്. തമിഴ്നാട്ടിൽ പോകുമ്പോൾ വേറെ എന്തോ ആയിരിക്കില്ല വിളിക്കാം. നമ്മൾ കുറച്ചുകൂടെ നമ്മൾ നോർത്തിൽ എത്തുമ്പോൾ അത് ഹിന്ദിയിലായിരിക്കും. അപ്പോൾ എല്ലാം ഒന്നാ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ വേറെ കൺട്രി പോയി വേറൊരു രാജ്യത്ത് പോയാലും നമ്മൾക്ക് അല്ലോ ഇതാണോ സാധനം നമ്മൾ വിചാരിച്ചു പോകും. കാരണം നമുക്ക് ഓരോരുത്തരുടെയും പേര് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ there is a need of standardize the naming of living organism such that a particular organism is known. അതിനാണ് നമ്മൾ എന്ത് പറയാം? നോമൻക്ലേച്ചർ. അതൊരു പേരിടണം. ആദ്യത്തെ തന്നെ പേരിടലാണ് വേണ്ടത്. പ്ലാന്റ്സിന്റെ പേരിടൽ ആരാണെന്നറിയോ? ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ആൻഡ് ക്രൈറ്റീരിയ ഓഫ് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ ICBN. ഇവരാണ് ആർക്ക് പ്ലാന്റ്സിന്റെ പേരിടൽ. പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഫാമിലിക്ക് കേട്ടോ. പ്ലാന്റ് കിണ്ടത്തിനൊക്കെ പേരിടൽ ആരാണ്? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. അപ്പോൾ ആനിമൽസിന് പേരിടണ്ടേ? ആരാടല്? ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ ICZN. ഇവരാണ് പ്ലാന്റ്സിന് പേരിടൽ ആരാണ്? ICBN. ആനിമൽസിന് പേരിടൽ ആരാണ്? ICZN. ഓക്കെ, ഇനി ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഒരു നെയിം ഒരാളുടെ പേരിടാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ പേര് എന്ന് പറയുമ്പോൾ രണ്ട് ഇതുണ്ടാവും, വേർഡ് ഉണ്ടാകും. അതിൽ അങ്ങനെ പേര് കൊണ്ടുവന്നത് ആരാണ്? കാർലോസ് ലിന്നേസ് ആണ്. ലിന്നേസ് ഇയാൾ ഭയങ്കര ആളാണ് കേട്ടോ. നിങ്ങൾ കുറേ ചാപ്റ്ററിൽ ഇയാളെ പേര് ഇങ്ങനെ പഠിക്കാനുണ്ട്. കാർലോസ് ലിന്നേസ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നത്. 2 കമ്പോണൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 വേർഡ് ഉണ്ട്. അതുകൊണ്ടാണ് അത് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന ആ ഒരു പേര് വന്നത്.
സോ ജനറിക് നെയിം ഉണ്ട്, സ്പെസിഫിക് എപ്പിത്തറ്റ് ഉണ്ട്. ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും. The classification is the process by which anything is grouped into convenient categories based on some observable characters. So ഓരോരുത്തരും നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഹ്യൂമൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറില്ല, അത് നമ്മളൊരു ആനിമൽ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഓരോരോ നമ്മൾ കാണിക്കുന്ന ഓരോരോ എന്താ പറയുക, ബേസ്ഡ് ഓൺ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ സയന്റിഫിക് ടേം ഓഫ് കാറ്റഗറീസ് ഇസ് ടാക്സ. ഈ ടാക്സ ഒന്ന് നോട്ട് ചെയ്യണേ. സയന്റിഫിക് ടേം ഫോർ കാറ്റഗറിക്കാണ് നമ്മൾ ടാക്സ എന്ന് പറയുന്നത്. All living organism can be classified into different taxa and this is known as taxonomy. നമ്മൾ ഓരോരോ ഡിഫറെൻറ്റ് ടാക്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിനാണ് നമ്മൾ എന്ത് പറയുക, ടാക്സോണമി. Characterization, identification, classification and nomenclature are the process of basis to taxonomy. Characterization, identification, classification and nomenclature are the process of basic to taxonomy. ടാക്സോണമി എന്ന് പറയുന്നത് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ശരിക്കും ടാക്സോണമി എന്ന് പറയുന്നത്. ഇത് ഇതാക്കണമെങ്കിലുള്ള കുറച്ച് 4 പ്രോസസ്സുകളുണ്ട്. എത്ര പ്രോസസ്സുകളുണ്ട്? 4 പ്രോസസ്സുകളുണ്ട്. ഏതൊക്കെയാണ്? ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. ഇനി നമ്മൾ ഇപ്പം ബൈനോമിയൽ നോമൻക്ലേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. ബൈനോമിയൽ നോമൻക്ലേച്ചർ ആക്കണമെങ്കിൽ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ഐ ടെൽ യു സം റൂൾസ്. ഈ 4 റൂൾസ് നിങ്ങൾ നല്ലോണം പഠിച്ചു വെക്കണം, കാരണം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ചാപ്റ്ററിലും ഏകദേശം ഉണ്ടാവും ഇങ്ങനെ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആയിട്ട്. സോ ലെറ്റ് us start. Biological naming. Biological names are generally Latin. No, not only generally Latin. Okay, Latin written in italics. Latin ആണ് ബയോളജിക്കൽ, ഒട്ടുമിക്ക ബയോളജിക്കൽ നെയിംസും ലാറ്റിൻ ആണ്. ആൻഡ് ഇറ്റ് ഇസ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. The first word of biological name represents genus. First word is genus. പക്ഷേ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ടാക്സോണമിക്കൽ സീരീസ് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്താ ഇങ്ങനെ. അപ്പോൾ ഇത് ആദ്യം നോട്ട് ചെയ്ത് വെക്കണം. ഫസ്റ്റ് വേർഡ് ഓഫ് ബയോളജിക്കൽ നെയിം എന്താണ്? സീരീസ്. ബയോളജിക്കൽ നെയിമിൻ്റെ ഫസ്റ്റത്തത് എന്താണ്? ജീനസും. സെക്കൻഡ് കമ്പോണൻറ്റ് സ്പെസിഫിക് എപ്പിത്തറ്റും ആയിരിക്കും. ഫസ്റ്റ് വൺ ജീനസും സെക്കൻഡ് വൺ സ്പെസിഫിക് എപ്പിത്തറ്റും ആയിരിക്കും. GS എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ both the words in biological name when hand written, നമ്മളിപ്പോൾ അധികം കൈകൊണ്ടല്ലേ പെണ്ണോണ്ടൊക്കെ അല്ലേ ഇത്, അപ്പോൾ നമ്മൾ എഴുതുമ്പം ഹാൻഡ് റിട്ടൺ സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ഓർ പ്രിന്റഡ് ഇൻ ഇറ്റാലിക്സ് ടു ഇൻഡിക്കേറ്റ് ദർ ലാറ്റിൻ ഓറിജിൻ. സോ ഒരു സയന്റിഫിക് നെയിം ആണെന്ന് നമുക്ക് മനസ്സിലാവാൻ കൈകൊണ്ട് എഴുതുമ്പോൾ വെൻ വി ആർ റിട്ടൺ ഹാൻഡ് റിട്ടൺ ഇറ്റ് സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ഇറ്റാലിക്സ്. അടുത്തത് the first word denotes the genus and starts with capital letter. ഫസ്റ്റ് വേർഡ് എന്താണെന്ന് നമുക്കറിയാം, ജീനസ്. ജി ആണെന്നറിയാം. ജീനസ് അതെന്തായിരിക്കണം? സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് തുടങ്ങണം. വൈൽ സ്പെസിഫിക് എപ്പിത്തറ്റ് സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റർ. പക്ഷേ സ്പെസിഫിക് എപ്പിത്തറ്റ് സ്മോൾ ലെറ്റർ കൊണ്ടും സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മാൻജിഫെറ ഇൻഡിക്ക. മാൻജിഫെറ ഇൻഡിക്ക ഇത് എന്തിൻ്റെതാണെന്ന് അറിയോ? മാംഗോന്റെ സയന്റിഫിക് നെയിം ആണ് മാൻജിഫെറ ഇൻഡിക്ക. ഇപ്പം നമ്മളിത് കണ്ടുപിടിച്ചത് ആരാണ്? ലിന്നേഴ്സ് അല്ലേ. ലിന്നേഴ്സ് കണ്ടുപിടിച്ചതുകൊണ്ട് തന്നെ ഈ പേര് എഴുതുമ്പോൾ മാൻജിഫെറ, ഒരു മിനിറ്റ് ഇവിടെ എഴുതാം, മാൻജിഫെറ ഇൻഡിക്ക ലിന്നും കൂടെ എഴുതാറുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് എഴുതുമ്പോൾ നമ്മളൊരു ഇത് ആരാണോ പേര് കണ്ടുപിടിച്ചത് അവരുടെ അബ്രവേഷനായിട്ട് നമ്മൾ അവിടെ ഒരു ലിന്നും കൂടി കൂട്ടാറുണ്ട്. ഓക്കെ, ഇനി ബിഫോർ യു റീഡ് ദിസ് തിങ്സ് I'll tell you some other things. Different kind of organism and their diversities but also relationship among them. ഇതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സ് പറയുന്നത്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ തുടങ്ങും. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദിയർ ഡൈവേഴ്സിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ് അമംഗ് ദം. ഇതിനാണ് നമ്മൾ സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓർഗാനിസം ആൻഡ് ദിയർ ഡൈവേഴ്സിറ്റി ആൻഡ് ഓൾസോ ദിയർ റിലേഷൻഷിപ്പ്. ഇതിനാണ് സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. ദ വേർഡ് സിസ്റ്റമാറ്റിക്സ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ സിസ്റ്റമേ. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സിസ്റ്റമയിൽ നിന്നാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടായത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടോ, പഠിച്ചാണ് ഇതിപ്പോൾ എവിടെ നിന്നാണ് ഒരു സിസ്റ്റമാറ്റിക്സ് വന്നത്? പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓർഗാനിസം, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓർഗാനിസം ഓർ ദിയർ ഡൈവേഴ്സിറ്റി എമംഗ് അവരുടെ റിലേഷൻഷിപ്പ്. ഇതിനൊക്കെ കൂടിയിട്ടാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇത് ഒരു ലാറ്റിൻ ഒറിജിൻ ആണ്. ലാറ്റിൻ ആയിട്ടുള്ള സിസ്റ്റമേ എന്ന് പറയുന്ന ബോർഡിൽ നിന്നാണ് സിസ്റ്റമാറ്റിക്സ് വന്നിട്ടുള്ളത്. ലിന്നേഴ്സ് യൂസ്ഡ് സിസ്റ്റമേ നാച്ചുറ. ലിന്നേഴ്സിൻ്റെ ഒരു ബുക്കാണ് എന്ത്? സിസ്റ്റമേ നാച്ചുറ. ലിന്നേഴ്സിൻ്റെ ഒരു ബുക്കാണ് സിസ്റ്റമേ നാച്ചുറ. ഇത് ആനിമൽസിനെ പറ്റിയും സ്പീഷീസ് പ്ലാന്റാരം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അത് പ്ലാന്റ്സിനെ പറ്റിയുള്ളൊരു ഇതാണ്. രണ്ടും ലിനേഴ്സിൻ്റെ ബുക്കാണ്. സിസ്റ്റമേ നാച്ചുറ ആനിമൽസിനെ പറ്റിയും സ്പീഷീസ് പ്ലാന്റാരം ആൻഡ് പ്ലാന്റ്സിനെ പറ്റിയുള്ള ഒരു ബുക്കാണ്. ഇനി ഞാൻ പറയാം. ഇപ്പം ഈ ഒരു ബോക്സ് കണ്ടില്ലേ ഞാൻ വരച്ചത്? ഈ ബോക്സ് ഞാൻ ഇത്രയും പറഞ്ഞൊരു സാധനങ്ങളെ ജസ്റ്റ് ഒരു ഷോർട്ട് ആക്കിയിട്ടുള്ളതാണ്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി പ്ലസ് റിലേഷൻഷിപ്പ്. കണ്ടോ? ഡൈവേഴ്സിറ്റിയും റിലേഷൻഷിപ്പും അല്ലേ? ഇനി ഈ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസിഫിക്കേഷൻ ആണ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എവല്യൂഷനും ക്ലാസിഫിക്കേഷനും കൂടിയതാണ് എന്ത്? സിസ്റ്റമാറ്റിക്സ്. അത്രേ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ചില MCQ ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് കാണാം എന്ത്? പ്രിൻസിപ്പൽ, പ്രൊസീജിയർ, റൂൾ എന്നൊക്കെ കാണാം. അങ്ങനെ വല്ലതും കണ്ടാൽ എന്തായിരിക്കും? ടാക്സോണമി ആയിരിക്കും. ഓക്കെ,
ഇനി അടുത്തത് ടാക്സോണമിക് കാറ്റഗറി ആണ്. ക്ലാസിഫിക്കേഷൻ ഇസ് നോട്ട് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് ബട്ട് ഇൻവോൾവ്സ് ഹൈറാർക്കി ഓഫ് സ്റ്റെപ്സ് ഇൻ വിച്ച് ഈച്ച് സ്റ്റെപ്സ് റെപ്രസെന്റ് എ റാങ്ക് ഓർ കാറ്റഗറി. ഇങ്ങനെ റാങ്ക് ആയിട്ടോ കാറ്റഗറി ആയിട്ടോ, ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ളതാണ്, ഇങ്ങനെ റാങ്ക് ആയിട്ടോ കാറ്റഗറി ആയിട്ടോ റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയുന്നത്. ഓൾ ദ കാറ്റഗറീസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ടാക്സോണമിക് ഹൈറാർക്കി. Each category referred to the unit of classification represent. The unit of classification ആണ് നമ്മൾ എന്താ പറയുക ടാക്സോൺ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാക്ട് സെൻറ്റൻസ് ആണ് ഇത്, പക്ഷേ അതൊന്നും വായിച്ചു നോക്കണ്ട, കുറച്ച് നമ്മൾ കട്ട് ചെയ്യാം. സോ ദ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ അതാണ് ടാക്സോൺ, അല്ലെങ്കിൽ റാങ്ക് എന്നൊക്കെ പറയാം. അതിനാണ് നമ്മൾ ടാക്സോൺ എന്ന് പറയുന്നത്, റാങ്ക് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ആദ്യത്തേതാണ് സ്പീഷീസ്. സ്പീഷീസ് നമുക്കറിയാം, സ്പീഷീസ് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഇൻഡിവിജ്വൽസ്. ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഇൻഡിവിജ്വൽ ഓർഗാനിസം. എക്സാമ്പിൾ മാൻജിഫെറ ഇൻഡിക്ക, അതൊരു സ്പീഷീസ് ആണ്. മാൻജിഫെറ ഇൻഡിക്ക ഞാൻ പറഞ്ഞിട്ട് മാംഗോ ആണ്. നമ്മൾ അവരുടെ സൈഡിൽ ഒരു ലിൻ എഴുതാറുണ്ട്. എന്തിനാണ്? അവരുടെ ഈ ഒരു സയൻറ്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ LIN നമ്മളൊരു അബ്രിവേഷനും എഴുതാറുണ്ട്. സൊളാനം ട്യൂബറോസം, എന്താണ് പൊട്ടറ്റോ, പന്തേറ ലിയോ ലയൺ, പന്തേറ ടൈഗർ, അങ്ങനെ കുറേ ഉണ്ട്. അടുത്തത് നിങ്ങളിത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് കുറേ ഒരു സെൻറ്റൻസ് ഉണ്ട്, നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കണം കേട്ടോ. അടുത്തത് എന്താണ്? ജീനസ് ആണ്. ജീനസ് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് ആണ് ആദ്യത്തെ ആള്. പിന്നെ ആരാണ്? ജീനസ് ആണ്. സ്പീഷീസ് കൂടുമ്പോഴാണ് ജീനസ് ആകുന്നത്, അതുകൊണ്ട് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. സൊളാനം ആരാണ്? പൊട്ടറ്റോ ഫാമിലിയാണ്, പൊട്ടറ്റോൻ്റെതാണ്. പന്തേറ ആരാണ്? ലയണിൻ്റെതാണ്. സോ ജീനസ് ഡിഫർ ഫ്രം അനദർ ജീനസ്. എല്ലാ ജീനസ് അതുപോലെ ആയിരിക്കില്ല. സൊളാന ഒരു ജീനസ് ആണ്. പന്തേറ എന്ന് പറയുന്നത് വേറൊരു ജീനസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ആർ ഡിഫറെൻറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ നമ്മൾ ആദ്യം എഴുതാറ് ജീനസും പിന്നെ സ്പീഷീസും ആണ്. പക്ഷേ ഇവിടെ തുടങ്ങുന്നത് സ്പീഷീസും പിന്നെ ജീനസും ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ ആദ്യം ജീനസും പിന്നെ സ്പീഷീസുമാണ്. പക്ഷേ ടാക്സോണമിക്കൽ ഹൈറാർക്കിയിൽ ഇത് സ്പീഷീസ് ദെൻ ജീനസ് ആണ്. ഓക്കെ, അടുത്തതാണ് ഫാമിലി. എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറയാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറ. അപ്പം ജീനസ് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? ഫാമിലി. ലെസ് നമ്പർ ഓഫ് സിമിലാരിറ്റീസ് കമ്പയർ ടു ജീനസ് ആൻഡ് സ്പീഷീസ്. ജീനസിനെയും സ്പീഷീസിനെയും കമ്പയർ ചെയ്യുമ്പം സിമിലാരിറ്റീസ് കുറവായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ, നമ്മൾ ഹ്യൂമൻ ബീങ്സും അതുപോലെ ടൈഗറൊക്കെ ഒരേ ഒരു ആനിമൽ അല്ലേ, പക്ഷേ ഹ്യൂമൻസും ടൈഗറും വെച്ച് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഇല്ല. അങ്ങനെ ഓരോന്നിലും ഇങ്ങനെ എല്ലാവരും ഒരേ ഗ്രൂപ്പ് ഇതാണ്, കിങ്ഡമാണ്. പക്ഷേ ഇങ്ങനെ ചെറുതായിട്ട് വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും? കോമൺ ക്യാരക്ടേഴ്സ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ മുകളിലോട്ട് പോകുന്നത് നമുക്ക് ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് ഇപ്പം നമ്മൾ ഹ്യൂമൻസ് പിന്നെ അതിലോട്ടൊരു വേറെ ആരെങ്കിലും കൂടുമ്പോൾ മങ്കി കൂടുമ്പോൾ നമുക്ക് വേറെ നമ്മൾ കോമൺ ക്യാരക്ടേഴ്സ് കുറച്ച് കുറഞ്ഞു വരും. അതാണ് സംഭവം. അപ്പം ലെസ് നമ്പർ ഓഫ് സിമിലാരിറ്റീസ് കമ്പയർ ടു ജീനസ് ആൻഡ് സ്പീഷീസ്. ഇത് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ്. Different genera, Solanum, Petunia and the two are placed under the family Solanaceae. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് മോർഫോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഡിഫറെൻറ്റ് ജനറകൾ ആയിട്ടുള്ള സൊളനേസിയ പറയുന്ന ഒരു ഫാമിലി ഉണ്ട്, ഫാബേസിയ ഉണ്ട്, ലിലിയേസിയ ഉണ്ട്, ബ്രാസിക്കേസിയ, അങ്ങനെ കുറേ ഫാമിലികളുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് സൊളനേസി. സൊളനേസിയ എന്ന് പറയുമ്പോൾ സൊലാനം എന്ന് പറയുമ്പോൾ ആരാണ്? പൊട്ടറ്റോൻ്റെ ആൾക്കാരാണ്. ഡെറ്റ്യൂറയും പെറ്റൂനിയൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഓരോ വാട്ടർ ലീഗ് അങ്ങനെ ഓരോരോ സാധനങ്ങളാണ്. എമംഗ് ആനിമൽസ് എക്സാമ്പിൾ, ആനിമലിൻ്റെ ഫാമിലിയുടെ എക്സാമ്പിളാണ് പന്തേറ. ജീനസ് ആണ് എന്ത്? പന്തേറ. അതിലെന്തുണ്ട്? ലയൺ ഉണ്ട്, ടൈഗർ ഉണ്ട്, ലെപ്പാർഡ് ഉണ്ട്. ഫെലിസ് ആണ് എന്ത്? ക്യാറ്റ്. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഫെലിഡിയെ. ഇവരൊക്കെ കൂടിയിട്ടുള്ള ഫാമിലിയാണ് എന്ത്? ഫെലിഡിയെ. നമ്മൾ വിചാരിക്കും അപ്പോൾ ഡോഗ് ആണെങ്കിൽ നമ്മൾ ഡോഗിൻ്റെ ഫാമിലി കാനിഡെ, കാറ്റിൻ്റെ ഫാമിലി ഫെലിഡിയെ. ഇത് മാറി പോകരുത്. കാനിഡ എന്ന് പറഞ്ഞു പോകരുത്. കാറ്റിൻ്റെ ഫാമിലി ഫെലിഡിയെ, ഡോഗിൻ്റെ ഫാമിലി കാനിഡെ. ഓക്കെ, അടുത്തതാണ് ഓർഡർ. ഓർഡർ എന്ന് പറയുന്നത് അസംബ്ലേജ് ഓഫ് ഫാമിലി ആണ്. ഇറ്റ് ഇസ് ദി അസംബ്ലേജ് ഓഫ് ഫാമിലി. അപ്പം ഫാമിലി കഴിഞ്ഞാൽ ആരാണ്? ഓർഡർ. ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ് കുറഞ്ഞു വരും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ്. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ അഗ്രിഗേറ്റ്സ് ഓഫ് ക്യാരക്ടേഴ്സ്. ഇനി ഈ ഒരു സെൻറ്റൻസ് നോട്ട് ചെയ്യുക. കോൺവോൾവുലേസിയെ, സോളനേസിയ ആർ ഇൻക്ലൂഡഡ് ഇൻ ഓർഡർ പോളിമോണിയൽസ്. കാരണം എന്താണ്? ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. ഈ ഒരു സെൻറ്റൻസ് നോട്ട് ചെയ്ത് വെക്കണേ. Convolvulaceae, Solanaceae are included in the order Polemonials. It's based on floral characters. In example പറഞ്ഞുതരാം. കാർണിവോറയിലാണ് ഫെലിഡിയയും കാനിഡയും കൂടുന്നത്. ആരാണ്? ഫെലിഡിയ ആരാണ്? കാറ്റ് ഫാമിലി. കാനിഡ ആരാണ്? ഡോഗ് ഫാമിലി. ഇവർ രണ്ടാളും കൂടി കൂടുന്നുണ്ട് ഓർഡറിൽ. ആരായിട്ട്? കാർണിവോറ. ഓർഡർ കാർണിവോറ. അടുത്തത് ആരാണ്? Yes, classes. The class. It is related order. Example, Mammalia, Primata, Carnivora order ആയിരുന്നു. കാർണിവോറയും പ്രൈമേറ്റയും കൂടി ആരായിട്ട് മാറി? മമ്മേലി ആയിട്ട് മാറി. Next it is phylum. It is a group of class. Porphyra. കുറേ ക്ലാസ് ഫൈലങ്ങളുടെ പേര് ഞാൻ പറഞ്ഞുതരാം. പോർഫൈറ. സോറി ദിസ് വാസ് മൈ മിസ്റ്റേക്ക്. പോർഫൈറ അല്ല, പോരിഫർ ആണ്. സോറി ഇതില്ല കേട്ടോ, സോറി.
Porifera, Coelenterata, Ctenophora, Platyhelminthes, Ashhelminthes, Annelida, Arthropoda, Mollusca, Echinodermata, Hemichordata, Chordata. ഇവരൊക്കെ ഓരോ ഫൈലമാണ്. കോഡേറ്റയ്ക്കും നോൺ കോഡേറ്റ്സും ഉണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? നോട്ടോകോഡിൻ്റെ അടിസ്ഥാനത്തിൽ. കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും ഉണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? നോട്ടോകോഡിൻ്റെ അടിസ്ഥാനത്തിൽ. ഇത് നിങ്ങൾ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഈ പ്ലാന്റ്സിൽ ഫൈലം എന്നല്ല നമ്മൾ പറയാം, ഡിവിഷൻ എന്നാണ് പറയാം. അത് നോട്ട് ചെയ്ത് വെക്കണം. പ്ലാന്റ്സിൽ എന്താണ് പറയാ? ഡിവിഷൻ. പ്ലാന്റ്സിൽ എന്താണ്? ഡിവിഷൻ എന്നാണ് നമ്മൾ പറയാ. ഇനി അടുത്തത് കിങ്ഡം. കിങ്ഡം കിങ്ഡം ഓക്കെ. കിങ്ഡം. All the animals belonging to various phyla are assigned to the highest category called the kingdom. The highest category ആണ് kingdom. Animalia is classification of animals and the kingdom Planta is the classification of plants. Okay. ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അനിമേലിയ, പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കിങ്ഡം പ്ലാന്റ്. ഇനി ഫംഗസ് ഉണ്ട്, ഫംഗി, പിന്നെ മൊനിയർ ആൻഡ് പ്രോട്ടിസ്റ്റൻസ്. ഇതൊക്കെ നിങ്ങൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും. സോ ആസ് വി ഗോ ഫ്രം ഹയർ ഫ്രം സ്പീഷീസ് ടു കിങ്ഡം, സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലോട്ട് മേലോട്ട് കയറുന്നതിനനുസരിച്ച് ഇതാ ഈ ഒരു സ്പീഷീസ് ടു കിങ്ഡം കോമൺ ക്യാരക്ടേഴ്സ് ഗോസ് ഓൺ ഡിക്രീസിങ്. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ആ ഒരു ഈ ഒരു സെൻറ്റൻസ് ഇത് സെൻറ്റൻസിന് എക്സ്പ്ലനേഷൻ ആണ്. സ്പീഷീസിൽ നിന്ന് നമ്മളിങ്ങനെ മേലോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മളുടെ കോമൺ ക്യാരക്ടേഴ്സ് എന്തായിരിക്കും? കുറഞ്ഞു വരും. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പീഷീസിൽ നിന്ന് ജീനസിലോട്ട് പോകുമ്പോൾ കുറച്ച് കുറയും, ജീനസിൽ നിന്ന് ഫാമിലി പോകുമ്പോൾ കുറയും, ഫാമിലിയിൽ നിന്ന് നമ്മളുടെ കോമൺ കൂടുതലും ഈ ജീനസിലും സ്പീഷീസിലും ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും ഏകദേശമൊക്കെ. പക്ഷേ ഫാമിലിയിലോട്ട് പോകുമ്പോൾ കുറയും, ഓർഡറിലോട്ട് പോകുമ്പോൾ പിന്നെയും കുറയും, അങ്ങനെ കുറഞ്ഞു വരാറുണ്ട്. ദ ലോവർ ദ ടാക്സ മോർ ദ ക്യാരക്ടറിസ്റ്റിക് മെമ്പർ വിത്തിൻ ദ ടാക്സ് ഓൺ ഷെയർ. കൂടുതലും ഏറ്റവും അടിയിലുള്ള ആളായിരിക്കും കൂടുതൽ ക്യാരക്ടറും ഷെയർ ചെയ്യുന്നത്. ഹയർ ദ കാറ്റഗറി ഗ്രേറ്റർ ഇസ് എ ഡിഫിക്കൽട്ടി ടു ഡിറ്റർമൈൻ ദ റിലേഷൻഷിപ്പ് ടു അതർ taxa at the same level. Hence the problem of classification become more complex. ഇനി നിങ്ങൾ ഈ ഒരു ടേബിൾ നോക്കിയേ, ഈ ഒരു ടേബിൾ നോക്കിയേ. ബയോളജിക്കൽ നെയിം ആണ് ആദ്യം പറഞ്ഞത് ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസിന്റെ ബയോളജിക്കൽ നെയിം കോമൺ നെയിം എന്താണ്? മാൻ. മാൻ പറയുന്ന പേരാണ് ഹോമോസാപ്പിയൻസ്. അവരുടെ ജീനസ് ആണ് ഹോമോ, ഫാമിലി ആണ് ഹോമിനിഡേ, ഓർഡർ ആണ് പ്രൈമേറ്റ, ക്ലാസ് ആണ് മെമേലിയ, ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ ആണ് കോഡേറ്റ. ഇനി കിങ്ഡം ചോദിച്ചാൽ ആരാണ്? കിങ്ഡം അനിമേലിയ. ഓക്കെ. മുസ്ക ഡൊമസ്റ്റിക്ക ആരാണ്? ഹൗസ് ഫ്ലൈ. മുസ്ക ഡൊമസ്റ്റിക്ക ഹൗസ് ഫ്ലൈ. ജീനസ് എന്താണ്? ആദ്യത്തെ പേര് ജീനസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ ആദ്യം കൊടുക്കുന്ന ആൾ ജീനസും രണ്ടാമത്തത് സ്പീഷീസും. അപ്പം ജീനസ് എന്താണ്? മുസ്ക. ഫാമിലി എന്താണ്? മുസിഡിയെ. ഓർഡർ എന്താണ്? ഡിപ്തേറ. ക്ലാസ് എന്താണ്? ഇൻസെക്ട. ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ. ഡിവിഷൻ ആണോ? അല്ല, ഫൈലം ആർത്രോപോഡ. ഡിവിഷൻ നമ്മൾ ആർക്കാണ് പറയാ? പ്ലാന്റ്സിനാണ് പറയാ. കിങ്ഡം എന്താണ്? അനിമേലിയ. കിങ്ഡം ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അനിമേലിയ എന്ന് കൊടുക്കാം. മാഞ്ചിഫറ ഇൻഡിക്ക. നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും കൂടുതൽ പറയുന്ന എക്സാമ്പിൾ ആണ് മാഞ്ചിഫറ ഇൻഡിക്ക, മാംഗോ. മാഞ്ചിഫറ ആയിരിക്കും ജീനസ് നെയിം, അനക്കാഡീസിയ ആണ് ഫാമിലി, സാപ്പിൻഡേൽസ് ഓർഡർ, ക്ലാസ് എന്താണ്? ഡൈകോട്ടിലിഡനെ, ഡിവിഷൻ ആൻജിയോസ്പെർമേ. ഓക്കെ. ഇനി അടുത്തതാണ് എന്ത്? ട്രിറ്റിക്കം ഇസ്റ്റിവം. എന്താണ്? വീറ്റ്. ട്രിറ്റിക്കം ഇസ്റ്റിവം എന്താണ്? വീറ്റ്. അപ്പോൾ ജീനസ് എന്താണ്? ട്രിറ്റിക്കം, ഫാമിലി പുവേസിയെ, ഓർഡർ പുവേൽസ്, ക്ലാസസ് മോണോകോട്ടിലിഡനെ, ഡിവിഷൻ ആൻജിയോസ്പെർം. കിങ്ഡം ആരാണ്? പ്ലാന്റ്. കിങ്ഡം ആരാണ്? പ്ലാന്റ്. ഇനി നമ്മൾ കുറച്ച് ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ് പറയാൻ പോകുന്നത്. ടാക്സോണമിക്കൽ എയ്ഡ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടാക്സോണമിക് സ്റ്റഡി ഓഫ് വേരിയസ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആൻഡ് അതർ ഓർഗാനിസം ആർ യൂസ്ഫുൾ ഇൻ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഇൻഡസ്ട്രി, അങ്ങനെ കുറേ എണ്ണത്തിൽ ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ എവിടെയൊക്കെ ആണെന്നൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. എയ്ഡ്സ് ആയിട്ട് പറയാം. ഓക്കെ. ആദ്യം തന്നെ ഇറ്റ് ഇസ് ഹെർബേറിയം. ആദ്യത്തേതാണ് ഹെർബേറിയം. ഇറ്റ് ഇസ് എ സ്റ്റോർ ഹൗസ് ഓഫ് കളക്ടഡ് പ്ലാന്റ് സ്പെസിമെൻസ്. ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് പ്രിസർവ്ഡ് ഓൺ ഷീറ്റ്സ്. ഈ പ്ലാന്റ് സ്പെസിമെൻസിന് എന്ത് ചെയ്യാറുണ്ട്? ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് പ്രിസർവ്ഡ് ഓൺ എ ഷീറ്റ്. അതൊരു ക്വിക്ക് റെഫറൽ സിസ്റ്റം എന്ന് പറയാം. ഇത് മാത്രമല്ല ഇവിടെ പറയാൻ പോകുന്നത്. ഈ these specimens along with their descriptions on the herbarium sheets become a storehouse or a repository for future use. Herbarium sheets also carry a label providing information about date, place of collection, English, local and botanical name, family, collector's name, etc. So ഇതിൽ നമ്മളിങ്ങനെ ഓരോ ഇപ്പോൾ ഒരു പ്ലാന്റ് എടുത്തിട്ട് നമ്മൾ ഉണക്കിയിട്ട് പ്രിസർവ് ചെയ്ത് ഒരു പേപ്പറിൽ പ്രിസർവ് ചെയ്യുക ചെയ്യും. അത് പ്രിസർവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ നമ്മൾ എടുത്ത് വെച്ച ഡേറ്റ് എഴുതാറുണ്ട്, പ്ലേസ് എവിടെ നിന്നാണ് കിട്ടിയ, പ്ലേസ് ഓഫ് കളക്ഷൻ, ഇംഗ്ലീഷ്, ലോക്കൽ, ബൊട്ടാനിക്കൽ നെയിം. നമ്മൾ ഇംഗ്ലീഷ് നെയിം, പിന്നെ എവിടെ നിന്നാണ് കിട്ടിയ അവിടെയുള്ള ലോക്കൽ നെയിം, അതുപോലെ തന്നെ ബൊട്ടാനിക്കൽ നെയിം, അതിൻ്റെ ഫാമിലി, അത് ആരാണ് കളക്ട് ചെയ്തത്, ഇതൊക്കെ നമ്മൾ എഴുതി വെക്കാറുണ്ട്. അതെന്താണ്? ഒരു ക്വിക്ക് റെഫറൽ സിസ്റ്റമാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കണേ. ഇറ്റ് ഇസ് എ ക്വിക്ക് റെഫറൽ സിസ്റ്റം. അടുത്തത് എന്താണ്? ബൊട്ടാനിക്കൽ ഗാർഡൻ. ഇത് നമ്മൾ കൂടുതലും ഇവിടെ കാണാറുണ്ട്. ബൊട്ടാനിക്കൽ ഗാർഡൻ കളക്ഷൻ ഓഫ് ലൈവ് പ്ലാന്റ്സ് ആണ്. ലൈവ് പ്ലാന്റ്സിന്റെ കളക്ഷൻ ആണ് എന്ത്? ബൊട്ടാനിക്കൽ ഗാർഡൻസ്. ഗ്രോ ഫോർ ഐഡന്റിഫിക്കേഷൻ പർപ്പസ്. അത് ഇന്ന പ്ലാന്റ് ആണ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ കൂടുതലും ബൊട്ടാനിക്കൽ ഗാർഡൻസിന്റെ യൂസ്. ഫേമസ് ബൊട്ടാനിക്കൽ ഗാർഡൻ എവിടെയാണ്? ക്യൂ ഇൻ ഇംഗ്ലണ്ടിലാണ് ഫേമസ് ബൊട്ടാനിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഫേമസ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് എവിടെയാണ്? ക്യൂ, ഇംഗ്ലണ്ടിലാണ്. പിന്നെ ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ എവിടെയാണ്? ഹൗറ,
ഇന്ത്യയിലാണ്. ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറ ഇൻ ഇന്ത്യ. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ലക്നൗ. അപ്പോൾ ഇത് രണ്ടും നമ്മളോട് യൂഷ്വലി മാറിപ്പോവും. ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറയും നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ലക്നൌവിലുമാണ്. പിന്നെ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാം. ഇത് എന്താണെന്ന് വെച്ചാൽ ഹെർബേറിയമാണ് കേട്ടോ. ഇങ്ങനെയാണ് ഹെർബേറിയം ഉണ്ടാവുക. ഓക്കെ, അടുത്തത് മ്യൂസിയം. മ്യൂസിയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു ഡൈനോസറിന്റെ സ്കെലറ്റൺ ആയിരിക്കും ഇല്ലേ? ദ നൈറ്റ് ഓഫ് ദ മ്യൂസിയംസ് മൂവീസ് ഒക്കെ കണ്ടിട്ടില്ലേ? ഓക്കെ, മ്യൂസിയം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ്. ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ് ആണ്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പെസിമെൻ മേ ഓൾസോ ബി പ്രിസർവ്ഡ് ആസ് ഡ്രൈ സ്പെസിമെൻസ് ആയിട്ടും പ്രിസർവ് ചെയ്യാറുണ്ട്. ഇൻസെക്ട്സിന് എന്താ ചെയ്യാറ്? ഇറ്റ് ഇസ് പ്രിസർവ്ഡ് ഇൻ ഇൻസെക്ട് ബോക്സ് ആഫ്റ്റർ കളക്ടിങ്, കില്ലിങ് ആൻഡ് പിന്നിങ്. ഇൻസെക്ട്സിന് എന്ത് ചെയ്യും? കളക്ട് ചെയ്തിട്ട് കില്ലെയും പിന്നെയും അതൊക്കെയാണ് ചെയ്തിട്ട് ഇൻസെക്ട് ബോക്സിൽ വെക്കാണ്. ഇവിടെയാണ് ഇൻസെക്ട് ബോക്സ്. Large animals like birds and mammals are usually stuffed and preserved. മ്യൂസിയത്തിൽ എന്തുണ്ടാവാറുണ്ട്? സ്കെലിട്ടൺ ഓഫ് ആനിമൽസ് ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് എനിക്ക് മ്യൂസിയം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സ്കെലിട്ടൺ ആട്ടോ. ഈ ഇൻസെക്റ്റിനൊന്നും എനിക്ക് ഓർമ്മ വരാറില്ല. എനിക്ക് ആദ്യം ഓർമ്മ വരാറ് അബൌട്ട് ഡൈനോസറിൻ്റെ ഒരു സ്കെലിട്ടൺ ആയിരിക്കും മ്യൂസിയം എന്ന് പറയുമ്പോൾ ആദ്യം വരാം. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇനി അവിടെ എന്തുണ്ട്? സ്കെലിട്ടൺ ഓഫ് ആനിമൽസ് ഉണ്ട്. അടുത്തതാണ് സുവോളജിക്കൽ പാർക്ക്. സുവോളജിക്കൽ പാർക്കിന് നമ്മൾ കോമൺ ആയിട്ടും പറയാറ് എന്താണ്? സൂ എന്നാണ് കോമൺ ആയിട്ടും പറയാറ്. സൂ നമുക്കറിയാം കുറേ സൂ ഉണ്ട് ഓൾ ഓവർ ദ ഇന്ത്യ, ഓൾ ഓവർ ദ വേൾഡ് കുറേ സൂകളുണ്ട്. ഇഫ് യു ഗെറ്റ് എ ടൈം ഗോ ആൻഡ് വിസിറ്റ് ഇറ്റ്. സൂവും ബൊട്ടാണിക്കൽ ഗാർഡനും മ്യൂസിയം ഹെർബേറിയം ഒക്കെ പോയിട്ട് കാണാം. ഓക്കെ, ദ wild animals are kept in protected environment under human care and in which enable us to learn about their food habits and behavior. നമ്മൾ എന്തിനാണ് സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ സൂ എന്തിനാണ് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് കാണാൻ വേണ്ടിയല്ല, അവരുടെ ഹാബിറ്റേറ്റ് നമുക്ക് പഠിക്കാനും അവരുടെ ലൈഫ് ഫോംസ് ഒക്കെ നമുക്ക് അറിയാനൊക്കെ വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള ഹാബിറ്റേറ്റ് കൊടുക്കുകയാണ് നമ്മൾ. All animal in zoo are provided as far as possible the conditions similar to their natural habitats. അവരുടെ ഒറിജിനൽ ഹാബിറ്റേറ്റിന് സിമിലർ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും കൊടുക്കുക. ഈ ഫിഗർ കണ്ടോ? ഇതൊരു സുവോളജിക്കൽ പാർക്ക് പോയാൽ നമുക്ക് ഈ ഒരു ഇത് കാണാൻ പറ്റും. അടുത്തത് കീ ആണ്. കീ എന്ന് പറയുമ്പോൾ കീ ഒന്നെങ്കിൽ തുറക്കുക അല്ലെങ്കിൽ പൂട്ടുക, അതല്ലേ ചെയ്യാറ്? അതാണ് ഇപ്പോൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. സിമിലാരിറ്റീസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഡിസിമിലാരിറ്റീസ് വെച്ചിട്ടോ ഐഡന്റിഫൈ ചെയ്യാറാണ്. ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. ഇതായിരിക്കും ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഇത് പറഞ്ഞാൽ. കീസ് ആർ ബേസ്ഡ് ഓൺ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ജനറലി പെയർ. അതിന് നമ്മൾ കപ്ലെറ്റ്സ് എന്ന് പറയുന്നത്. കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിന് നമ്മൾ എന്ത് പറയാം? കപ്ലെറ്റ്സ്. എന്ത് പറയാം? കപ്ലെറ്റ്സ്. It represents choice made between two opposite options. രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. യെസ് ഓർ നോ, അതോ അതല്ലെങ്കിൽ ഇത്, അതായിരിക്കും കൂടുതലുണ്ടാവുക. ഈ സ്റ്റേറ്റ്മെന്റ്സിന് കീ ഇസ് ലെഡ്. ഒരു കീയിലുള്ള എല്ലാ സെന്റൻസും നമ്മൾ എന്താ പറയുക? ലെഡ് എന്നാണ് പറയുക. കീസ് ആർ ജനറലി അനാലിറ്റിക്കൽ ഇൻ നാച്ചർ. അടുത്തത് ജസ്റ്റ് ഈ 4 കാര്യവും ബാക്കിയുള്ള 6, 7, 8, 9 എന്ന് പറയുന്നത് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. കാറ്റലോഗിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ നെയിം പറഞ്ഞതുകൊണ്ട് വി ഹാവ് ടു ടെൽ ദ നെയിംസ്. ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ്, കാറ്റലോഗ്. ഇതും നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞ എന്താ ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്, കീ ഒക്കെ പോലെ തന്നെ ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. ഫ്ലോറ എന്ന് പറയുമ്പോൾ ഫ്ലോറ നമുക്കറിയാം എന്താണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും. ഹാബിറ്റേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ എ ഗിവൺ ഏരിയ ആയിരിക്കും. ഹാബിറ്റേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ എ ഗിവൺ ഏരിയ. ഇറ്റ് ഇസ് എ ഇൻഡെക്സ് ടു പ്ലാന്റ് സ്പീസീസ്. പ്ലാന്റ് സ്പീസീസിന് ഒരു ഇൻഡെക്സ് ആയിരിക്കും. ഇറ്റ് ഇസ് എ പ്ലാന്റ് സ്പീസീസ് ഗിവൺ ഇൻ എ ഗിവൺ ഏരിയയിലുള്ള ഇതിനെ പറ്റിയുള്ള പ്ലാന്റിനെയാണ് നമ്മൾ ഫ്ലോറ എന്ന് പറയുന്നത്. മാനുവൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഇൻഫർമേഷൻ ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് നെയിം ഓഫ് സ്പീസീസ് ഫൗണ്ട് ഇൻ ഏരിയ. ഒരു ഏരിയയിലുള്ള പ്ലാന്റ്സിന് മാത്രം ഐഡന്റിഫൈ അതിൻ്റെ ഹാബിറ്റേറ്റും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഫ്ലോറ പറയുന്നത്. അവിടെയുള്ള എല്ലാ സ്പീഷീസിനും ഒരു ഗിവൺ ഏരിയയിലുള്ള എല്ലാ സ്പീഷീസിനെ പറ്റി പഠിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക? മാനുവൽസ് എന്ന് പറയാം. മോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടാക്സോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു കാറ്റഗറി ആരെങ്കിലുമൊക്കെ പറ്റി പഠിക്കുന്നതിനാണ് നമ്മൾ മോണോഗ്രാഫ് എന്ന് പറയുക. കാറ്റലോഗും ഏകദേശം ഇതൊക്കെ തന്നെയാണ്. സോ ഈ ഒരു ചാപ്റ്റർ വെരി ഈസിയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വെരി സിംപ്ലസ്റ്റ് ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ഈ ഒരു ഞാൻ പറഞ്ഞതൊക്കെ വെച്ചിട്ട് ഇനി ഒരു മിനിമം 2 പ്രാവശ്യം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ഇറ്റ് ഇസ് വെരി ഈസി, വെരി ബ്യൂട്ടിഫുൾ ചാപ്റ്റർ. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ്, അതുപോലെ തന്നെ വാട്ട് ഇസ് ലിവിംഗ്, ആ ഒരു സെക്ഷൻ ചിലപ്പോൾ വായിക്കാൻ നിങ്ങൾക്ക് ഒരു മടി ഉണ്ടാകും. പക്ഷേ അത് വളരെ ഈസിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.